നമസ്കാരം. വീക്കെൻഡ് അറേബ്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിൽ നിന്നുള്ള സ്വദേശിവൽക്കരണത്തിന്റെ പങ്കപ്പാടുകൾ ഇനിയും തീർന്നിട്ടില്ല. കുവൈത്തിൽ നിന്നുള്ള സംഭവവികാസങ്ങളാവട്ടെ മലയാളികൾ ഉൾപ്പെടെ പ്രവാസി സമൂഹത്തെ ശരിക്കും പിടിച്ചുലച്ചു. ഗതാഗത നിയമലംഘകരിൽ തുടങ്ങി നിയമാനുസൃത പ്രവാസികളെപ്പോലും കയറ്റിവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. കുവൈത്ത് ഭരണകൂടത്തെ ഇതിന് പ്രേരിപ്പിച്ച സംഗതികൾ എന്തൊക്കെ? വീക്കെൻഡ് അറേബ്യ അന്വേഷിക്കുന്നു. ഗൾഫ് നാടുകളിലേക്കുള്ള ഏതൊരു പ്രവാസിയുടെയും യാത്ര സ്വപ്നങ്ങൾ മാത്രം മനസ്സിൽ നിറച്ചാണ്. വിമാനത്തിന്റെ കിളിവാതിലിലൂടെ കണ്ട പൊൻവെളിച്ച സമാനമല്ല പരദേശ ജീവിതമെന്ന തിരിച്ചറിവ് പലർക്കും വൈകിയാണ് ബോധ്യപ്പെടുക. വിരഹവും വിശ്രമവും മറന്ന ആയിരങ്ങളിൽ ഒരുവനായി ജീവിച്ചു തീർക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടാവും. എന്നെങ്കിലും ഒരു മരുപ്പച്ച തനിക്കായി വന്നെത്തുമെന്ന്. സൗദി അറേബ്യയിൽ നിന്നും നിദാഖാത്തിന്റെ തുടർച്ച കുവൈത്തിലേക്ക് കൂടി നീളുമ്പോൾ ആ പ്രതീക്ഷയും അസ്തമിക്കുകയാണ്. ഞങ്ങളെ പിടിച്ച് കയറ്റി വിട്ടാൽ എത്ര പേരാണ് ഇവിടെ പട്ടിണിയാവുന്നത്? എനിക്ക് 3 മക്കളുണ്ട്, അതും കെട്ടിക്കാറായ 3 പെൺപിള്ളേർ. ഞാനെന്ത് ചെയ്യും? നാട്ടിൽ പോയിട്ട് ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതും തമ്മയ്ക്ക് തരുമെന്ന് പറഞ്ഞു. സൗദിയിലേത് മുൻകൂട്ടി പ്രഖ്യാപിച്ച വ്യവസ്ഥാപിത ഘടനയുള്ള സ്വദേശീവൽക്കരണ പ്രക്രിയയാണ്. കുവൈത്തിലേത് പൊടുന്നനെ രൂപപ്പെട്ടതും. സാങ്കേതികമായി ഇതിനെ സ്വദേശീവൽക്കരണം എന്ന് വിളിക്കാൻ അധികൃതർ തയ്യാറുമല്ല. ഗതാഗത കുരുക്ക് പരിഹരിക്കാനെന്ന പേരിൽ നിയമലംഘകർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ പ്രഖ്യാപിച്ചായിരുന്നു തുടക്കം. പൊടുന്നനെ അത് പ്രവാസികളുടെ ഉറക്കം കെടുത്തുന്ന പരിശോധനകളുടെ തലം കൈവരിച്ചു. അതോടെ നിയമവിധേയരെ പോലും ഡൽഹിയിലേക്ക് തള്ളുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രധാനമായിട്ട് 2 രാജ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് സൗദി അറേബ്യ, വേറൊന്ന് കുവൈത്ത്. അതൊരു ബൈ സ്ട്രക്ചർ ഈ 2 സ്ഥലങ്ങളിലും ഒരു പ്രശ്നമുണ്ട്. ഒമാനിൽ നമ്മൾ വിചാരിച്ചിരുന്നു വലിയൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അവിടെ ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഒമനൈസേഷനും വിസ റൂൾസും ഒക്കെ കുറേ കാലമായിട്ട് ഇവരിങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോയതുകൊണ്ട് അവിടെ അത് ഒരു പരിധി വരെ അത് ഓൾറെഡി അത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്ത് കിടക്കുന്ന കുവൈത്ത് എന്ന കൊച്ചു രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 2/3 തൊഴിൽ തേടി വന്ന വിദേശികളാണ്. സ്വദേശി വിദേശി അനുപാതത്തിലെ വലിയ അന്തരവും പുതുതായി അഭ്യസ്തവിദ്യരായ സ്വദേശി യുവാക്കളുടെ പെരുപ്പവും ഒരു വസ്തുത തന്നെയാണ്. പാർലമെന്റിൽ പലവരും ഇത് വാഗ്വാദങ്ങൾക്ക് വഴിമരുന്നിട്ടു. എതിർപ്പിന്റെ സ്വരം കനത്തതും അറബ് ലോകത്തിന്റെ അടിത്തട്ടിലെ പുതുമാറ്റങ്ങളും കുവൈത്തിനെ ധർമ്മസങ്കടത്തിലാക്കുന്നു. വിദേശികളുടെ എണ്ണം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രി നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. സത്യത്തിൽ പ്രതിവർഷം ലക്ഷം തോതിൽ പരദേശികളെ പറഞ്ഞുവിടണമെന്നത് ഉന്നതതല തീരുമാനം തന്നെയാണ്. 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം പേരെ പുറന്തള്ളുക. ഇതിന്റെ ആദ്യപടി എന്നോണം സന്ദർശക വീസ തൊഴിൽ വീസയാക്കുന്നത് നിർത്തിവെച്ചു. ഗതാഗത കുരുക്കിന്റെ പേരിൽ ചില പാർലമെന്റ് അംഗങ്ങളുടെ പഴി കേൾക്കേണ്ടി വന്നതും വിദേശികൾക്ക് തന്നെ. ഗതാഗത നിയമപാലനത്തിന്റെ പേരിൽ നിരപരാധികൾ പോലും പിടിക്കപ്പെട്ടു. അവരിൽ പലരെയും നാടുകടത്തി. ഇതിന് സമാന്തരമായി ഇഖാമ പരിശോധനയും ആരംഭിച്ചതോടെ ജയിലുകളിൽ ഇടം തികയാതെ വന്നു. പരിശോധന നിർത്തിവെക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു എങ്കിലും മന്ത്രി നേരിട്ടിടപെട്ട് പരിശോധന തുടരാൻ നിർദ്ദേശിച്ചതും വാർത്തയായി. ഇഖാമ പരിശോധനകളിൽ കൂടുതലും നോട്ടമിടുന്നത് ഗാർഹിക വീസക്കാരെയാണ്. ഖാദീം എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം വീസക്കാർക്ക് സാങ്കേതികമായി മറ്റു തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യാൻ അനുവാദമില്ലെങ്കിലും ഇതുവരെ കാര്യമായ പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല. കുവൈത്തിലെ ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനവും ഈ ഗണത്തിൽപ്പെടും. പിടിക്കപ്പെടുമെന്ന ഭീതിയിൽ പലരും പുറത്തിറങ്ങാൻ ഭയന്നു. അതോടെ താമസ കേന്ദ്രങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിച്ചു. ഇനി മുന്നോട്ട് എന്തെന്നുള്ളതാണ്. ഇപ്പൊ ഈ പോണതിലും അധികം ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് എന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ഈ ഓരോ സ്ഥലങ്ങളിലും 100 ആൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ 200 ആൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ലീഗലായിട്ട് വരാനുള്ള ഒരു തീരുമാനം നമ്മൾ ജനങ്ങളെടുക്കണം. വരുന്ന ആൾക്കാർ ഗവൺമെന്റും അതിനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഇതെല്ലാമായിട്ടും നമ്മുടെ ഭരണകൂടം ഒന്നും അറിഞ്ഞില്ല. പ്രവാസി മന്ത്രിക്ക് ഇത് പുതിയ വാർത്തയായിരുന്നു. എംബസിയുടെ കാര്യം പിന്നെ പറയേണ്ട. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരിന് മുമ്പാകെയും എംബസി കൈമലർത്തി. 800ഓളം ഇന്ത്യക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടും
എന്തിനാണ് ഇവരെ പിടിച്ചുകൊണ്ടുപോയതെന്ന് അന്വേഷിക്കാൻ പോലും എംബസി തയ്യാറായില്ല. രോഷം സഹിക്കാനാവാതെ ക്ഷുഭിതരായ സാധാരണക്കാർ എംബസിയിൽ പ്രതിഷേധവുമായി എത്തി. അതോടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ അല്പമെങ്കിലും ഉറക്കമുണർന്നു. നിരവധി പേർ നടപടികൾക്ക് വിധേയരായെന്ന വിവരം ഒടുവിൽ എംബസി തന്നെ പുറത്തുവിട്ടു. ലക്ഷം ഇന്ത്യക്കാരെ ബാധിക്കുമെന്ന് ഒടുവിൽ കുവൈത്തും സമ്മതിച്ചു. ഇനി പതിവ് പോലെ കാണാം മന്ത്രിതല സന്ദർശനം, പ്രസ്താവനകൾ, സർക്കാർ വക പരസ്യങ്ങൾ. ഇനി മടങ്ങിയെത്തുന്നവരുടെ പുനരധിവാസം. അതേക്കുറിച്ച് മാത്രം ആരും മിണ്ടിപ്പോകരുതെന്ന് ഭരണകൂടം പറയുന്നു.